എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ കാലസമ്പൂർണതയിൽ ഒന്നായി ചേർക്ക എന്ന പിതാവിൻ്റെ സ്വർഗീയ പദ്ധതിയിൽ നമ്മെയും ചേർക്കുവാനായി ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായ എന്നാൽ ദൈവത്തെപ്പോലെ ആയിരിക്കേണ്ട മനുഷ്യനെ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും വിടുവിച്ച് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ പ്രവൃത്തിയാണിത്! എന്നാൽ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്ന് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അവിടുന്ന് ഉയർപ്പിച്ചത് കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തമാണെന്ന് നാം മറന്നു പോകരുത്. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ സ്നേഹം മൂലം മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം ദർശിക്കുവാനും മക്കളെന്ന പദവി അനുഭവിക്കുവാനും നമുക്കിടയാകുന്നു. അത് ലഭിച്ചത് അവിടുത്തെ കൃപയാലാണ്, അല്ലാതെ നമ്മുടെ യോഗ്യതയാലല്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സത്പ്രവർത്തികൾക്കുള്ള സജീവ ഉപകരണങ്ങളായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിലെ അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന വചനഭാഗം ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ നാം സജീവ പങ്കാളികളാകുവാൻ ദൈവം നമ്മെയും വിളിക്കുന്നു. ബഹുസ്വരത്തിൻ്റെ ഇടയിൽ നിന്ന് ദൈവസ്വരം കേട്ടവൻ്റെ കൈപ്പണിയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ വചനഭാഗം കൊണ്ട് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.